സനാതനധർമ്മത്തെയും ഹൈന്ദവ സമൂഹത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച മതപരിവർത്തന സംഘങ്ങൾക്ക് കനത്ത പ്രഹരമേകി ഛത്തീസ്ഗഡ് ഹൈക്കോടതി. ഹിന്ദുക്കളെ കള്ളന്മാരും കൊള്ളക്കാരുമെന്ന് വിളിച്ച് ഭാരത മുക്തി മോർച്ച, രാഷ്ട്രീയ ക്രിസ്ത്യൻ മോർച്ച പ്രവർത്തകർക്കെതിരായ കേസ് റദ്ദാക്കില്ല. ചീഫ് ജസ്റ്റിസ് രമേശ് സിൻഹ അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് നിർണായകമായ ഉത്തരവ്. സനാതനധർമ്മ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശക്തികൾക്കെതിരെ നിയമപരമായ പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവ്. ജഷ്പൂർ ജില്ലയിലെ കുങ്കൂരിയിലുള്ള സിലിയത്തോളി മിനി സ്റ്റേഡിയത്തിൽ 2024 ഫെബ്രുവരി 27 കേസിനാസ്പദമായ സംഭവം നടന്നത്. ക്രൈസ്തവ മതപരിവർത്തന ശക്തികൾ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ഹിന്ദുമത വിശ്വാസികളെ പരസ്യമായി കള്ളന്മാരും കൊള്ളക്കാരും അടിമകളുമായി ചിത്രീകരിച്ച് പ്രസംഗങ്ങൾ നടത്തുകയായിരുന്നു. ഇതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ തങ്ങൾക്കെതിരായ ക്രിമിനൽ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതികളായ 11 ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് രമേശ് സിൻഹയും ജസ്റ്റിസ് രവീന്ദ്രകുമാർ അഗർവാളും അടങ്ങിയ ബെഞ്ച് പ്രതികളുടെ വാദങ്ങൾ പൂർണ്ണമായി തള്ളി. ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലാണോ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ വരുന്നത് എന്ന് പരിശോധിക്കാൻ കോടതി വിചാരണയ്ക്ക് ഉത്തരവിട്ടു. വിചാരണാഘട്ടത്തിൽ തെളിവുകൾ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഈ കേസിൽ അന്തിമ തീരുമാനം എടുക്കാനാകൂ എന്ന് കോടതി വ്യക്തമാക്കി. വ്യാപകമായ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്ന ഛത്തീസ്ഗഡിന്റെ മലയോര മേഖലകളിൽ ഹൈന്ദവ സമൂഹത്തെ ഭീഷണിപ്പെടുത്തുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിന്റെ വിജയമായാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഈ കോടതി വിധിയെ കാണുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുവാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് സംഘടന വ്യക്തമാക്കി. പ്രസംഗം അതീവ ഗുരുതരമായ വിദ്വേഷ പ്രചരണമാണെന്നും പ്രതികളെ അർഹിക്കുന്ന ശിക്ഷയിലേക്ക് വിചാരണയിലൂടെ എത്തിക്കുമെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി.